ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. അന്ന് മാമിയുടെ ആണ്ടിന് വേണ്ടി ഉണ്ടാക്കിയ ഉണ്ണിയപ്പമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മൾ ശർക്കര ഉരുക്കാനായിട്ട് വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങയാണ് വറുത്തെടുക്കേണ്ടത്. നെയ്യിൽ തേങ്ങ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ എത്രത്തോളം തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു തേങ്ങയോളം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ടൈപ്പ് തേങ്ങയായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് നമ്മൾ വറുത്ത് കോരണം. പിന്നെ ശർക്കര നമ്മൾ നല്ലതായിട്ടൊന്ന് തണുക്കണം. എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ ചെറിയ ചൂടോടെയാണ് ഒഴിച്ചത്. അതിനേക്കാളും തണുത്തിട്ട് ഒഴിക്കുന്നതാണ് ഉണ്ണിയപ്പം എപ്പോഴും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം ഉണ്ണിയപ്പത്തിൽ തണുത്തിട്ട് ഒഴിക്കാൻ നോക്കുക. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് മൈദ മാവിലാണ്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും. മൈദയും കുറച്ച് അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കണം കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ ഏലക്ക പൊടിച്ചെടുക്കുകയാണ്. ഏലക്കയും പഞ്ചസാരയും കൂടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് അരിമാവും കൂടെ ചേർത്ത് ഈ ഏലക്ക പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ശർക്കര പാനി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ശർക്കര പാനി നമ്മൾ ഒഴിക്കുമ്പം മാക്സിമം ചൂട് കുറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ എനിക്ക് ഒരബദ്ധം പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ചൂടോടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ അത്യാവശ്യം അതിൽ തണുത്ത വെള്ളം കൂടെ ഒഴിച്ചപ്പം കറക്റ്റായി കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല ചൂടുണ്ടായിരുന്നു, കൈ കൊണ്ട് ഇളക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ നല്ല ഇളക്കി യോജിപ്പിച്ചിട്ട് ആ വറുത്ത് വെച്ചിരിക്കുന്ന നെയ്യോടുകൂടി അതിലോട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് വീണ്ടും നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ തേങ്ങ എത്രത്തോളം ഇട്ട് അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ രണ്ടടുപ്പിലാണ് ചുട്ടെടുക്കുന്നത്. അതായത് ഒരെണ്ണം ഉണ്ണിയപ്പ ചട്ടിയിലും ഒഴിക്കും, ഒരെണ്ണം അല്ലാതെയും വെക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ആവും. മറ്റേ ഉണ്ണിയപ്പത്തിലപ്പോൾ പകുതി വേവാകുമ്പോൾ എടുത്ത് മറ്റേ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക. അതൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും പിടിച്ചില്ല, ഒട്ടും എണ്ണ പിടിച്ചില്ല കേട്ടോ. നമ്മൾ ഒഴിച്ച എണ്ണ അതുപോലെ അങ്ങ് ഇരിക്കും. അധികം എണ്ണ പിടിക്കാത്ത നല്ല ഉണ്ണിയപ്പമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അകം നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചിനെസ്സുമാണ്, സോഫ്റ്റുമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെറിയ തീയിലിട്ട് നമ്മളത് കുക്ക് ചെയ്തെടുക്കണം. അടിപൊളി ഉണ്ണിയപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഇനി ഞാൻ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ഇടണേ.